നമസ്കാരം. കേരളത്തിൽ സർക്കാരിൻ്റെ കാലാവധി അവസാനിക്കാറായിരിക്കുന്നു. 2026 കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നു. അതിന് തൊട്ട് മുന്നേ കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പും നടക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വമ്പൻ വിജയം നേടിയ UDF അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭരണം പിടിക്കാം എന്ന മോഹത്തിലാണ്. പക്ഷേ നേതൃതലത്തിലെ തർക്കം, ആരാകും മുഖ്യമന്ത്രി എന്ന ഒരു രീതിയിലുള്ള തർക്കം അത് മുറുകുകയാണ്. അതുകൊണ്ട് തന്നെ ആര് മുഖ്യമന്ത്രി എന്ന ചർച്ച ഇപ്പോൾ കോൺഗ്രസിനകത്തും പുറത്തും തുടങ്ങിക്കഴിഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് നമ്മോടൊപ്പം ചർച്ചയിൽ ചേരുന്നത് മുൻ കോൺഗ്രസ് നേതാവും ഇപ്പോൾ BJPയുടെ നേതാവുമായിട്ടുള്ള ശ്രീ തമ്പാനൂർ സതീഷാണ്. ശ്രീ സതീഷ്, ഈ ചർച്ചയിലേക്ക് സ്വാഗതം. താങ്കൾ എന്തായാലും നമ്മൾ ചർച്ചയ്ക്കിരിക്കുമ്പോൾ ഈ ഒരു വിഷയത്തിൽ കോൺഗ്രസിനകത്തെ മുഖ്യമന്ത്രി മോഹികൾ ആരൊക്കെ എന്നാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത്. ഏറ്റവും ഒടുവിലുണ്ടായ സംഭവത്തിൽ നിന്ന് നമുക്ക് തുടങ്ങാം. അതായത് സർക്കാരിനെ പിന്തുണച്ചുകൊണ്ട് കേരളത്തിൽ വ്യവസായ വിപ്ലവം നടക്കുന്നു എന്ന രീതിയിലുള്ളൊരു ലേഖനമാണ് ശശി തരൂർ എഴുതിയത്. ആ ലേഖനത്തെ തുടർന്ന് അദ്ദേഹത്തെ ദില്ലിക്ക് വിളിപ്പിച്ചു. അദ്ദേഹം രാഹുൽ ഗാന്ധിയുമായി ചർച്ച നടത്തിയെന്ന് അറിയുന്നു. സത്യത്തിൽ ഈ ശശി തരൂരിൻ്റെ പുറപ്പാട്, അതായത് 1, 2, 3 മുഖ്യമന്ത്രി മോഹികളുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിലൊരു മറ്റൊരാളായി മാറുകയാണോ ശശി തരൂർ? കേരളത്തിലെ UDFൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികൾ വളരെയേറെ ആളുകളുണ്ട്. മുഖ്യമായും പ്രതിപക്ഷ നേതാവ് VD സതീശൻ, അതുപോലെ തന്നെ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, അതുപോലെ തന്നെ KPCC പ്രസിഡന്റ് K സുധാകരൻ, മനസ്സുകൊണ്ട് മുഖ്യമന്ത്രിയാവണമെന്ന് ആഗ്രഹിക്കുന്ന K മുരളീധരൻ, ഇത്രയും കാലം അടക്കിപ്പിടിച്ച് ദേശീയ നേതൃത്വത്തിൻ്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് ആവണമെന്ന് ആഗ്രഹിച്ച് അതിൽ നിരാശനായി അദ്ദേഹം വർക്കിംഗ് കമ്മിറ്റി മെമ്പറായിട്ട് കുറേ കാലങ്ങളായി അദ്ദേഹം പ്രവർത്തിക്കുകയാണ്. ഇന്ന് അദ്ദേഹത്തിന് ഒരു ആഗ്രഹം വേറൊരു തരത്തിൽ വന്നിട്ടുണ്ട്. ആ ആഗ്രഹമാണ് അദ്ദേഹം തൻ്റെ വാക്കുകൾ ശ്രദ്ധയിൽ കൊണ്ടുവരുവാനും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കാൻ വേണ്ടിയാണ് അദ്ദേഹം ശശി തരൂർ പ്രസ്താവനകൾ ഇറക്കിയിട്ടുള്ളത്. ആ പ്രസ്താവനകൾ ബലം കണ്ടു എന്ന് വേണമെങ്കിൽ പറയാം, താൽക്കാലികമായിട്ടാണെങ്കിൽ. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അഖിലേന്ത്യാ നേതൃത്വം കഴിഞ്ഞ 2 വർഷക്കാലമായി അദ്ദേഹത്തിനെ ഡൽഹിയിലെ രാഹുൽ ഗാന്ധിയെ കാണാനായാലും സോണിയാഗാന്ധിയെ കാണാനായാലും മറ്റു നേതാക്കളെ കാണാൻ കഴിയാത്ത ഒരവസരം കിട്ടാത്തൊരവസ്ഥയിലേക്ക് മുന്നോട്ട് പോകുമ്പോഴാണ് അദ്ദേഹം കോൺഗ്രസിനകത്ത് ഈ കലാപ കൊടി ഉയർത്തിക്കൊണ്ട് മുന്നോട്ട് വന്നിട്ടുള്ളത്. അത് ഒരു ഭാഗത്ത് BJP നേതൃത്വത്തെയും ബഡ്ജറ്റിനെയും നമ്മളെ ബഹുമാനീയനായ ആദരണീയനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ വിദേശയാത്രയെക്കുറിച്ച് പ്രകീർത്തിക്കുമ്പോൾ തന്നെ കേരളത്തിൽ LDF നേതാവ്, അതിൻ്റെ മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവരെ അവരുടെ പദ്ധതികളെക്കുറിച്ച്, വ്യവസായ പദ്ധതികളെക്കുറിച്ച്, ധനകാര്യ വിഷയങ്ങളെക്കുറിച്ചൊക്കെ അദ്ദേഹം പ്രകീർത്തിക്കുകയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിനെ ചർച്ചയ്ക്ക് വിളിക്കുകയും ആ ചർച്ചയിൽ അദ്ദേഹത്തിൻ്റെ അവസരം വളരെ കൗശലകരമായി തന്നെ അദ്ദേഹം അവതരിപ്പിക്കാൻ ശ്രമിച്ചുവെങ്കിലും അതിൻ്റെ അപകടം ഹൈക്കമാൻഡ് തിരിച്ചറിഞ്ഞു. അവിടെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, ശശി തരൂർ അവിടെ ആവശ്യപ്പെട്ടത് കേരളത്തിൻ്റെ ചുമതല എനിക്ക് നൽകുകയാണെങ്കിൽ അതിൽ പ്രകാരം ഇനി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെയും UDFനെയും തിരിച്ചു കൊണ്ടുവരുവാനും അതോടൊപ്പം എനിക്ക് മുഖ്യമന്ത്രി ആകാനുള്ള ഒരു ശ്രമമാണ് ഡൽഹിയിൽ അദ്ദേഹം കേന്ദ്ര നേതൃത്വത്തെ ധരിപ്പിച്ചത്. ഇവിടെ നിലവിൽ തീർച്ചയായിട്ടും ഒരു പ്രതിപക്ഷ നേതാവ് VD സതീശനുണ്ട്. അതുപോലെ തന്നെ നേരത്തെ പ്രതിപാദിച്ച നേതാക്കളൊക്കെ ഇങ്ങനെ വരിവരിയാൻ നിൽക്കുക മുഖ്യമന്ത്രിയാവാൻ. അത്തരമൊരു വേളയിലാണ് അദ്ദേഹം ഹൈക്കമാൻഡുമായി സംസാരിച്ചത്. എന്നെ ചുമതല ഏൽപ്പിച്ചാൽ ഞാൻ
UDF LDF നിന്ന് മോചിപ്പിക്കാം, കേരളത്തിലെ UDF ഭരണം കൊണ്ടുവരാമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടത്. ഇത് വളരെ വിശ്വസനീയമായ കേന്ദ്രങ്ങളിൽ നിന്നും എനിക്ക് ലഭിച്ച വിവരമാണ് ഞാനിവിടെ പറഞ്ഞിട്ടുള്ളത്. ഇതവർക്ക് നിഷേധിക്കാതിരിക്കാം. പക്ഷേ സത്യം അതുകൊണ്ടാണ് ഹൈക്കമാൻഡ് ഒരു കാരണവശാലും 2-4 ദിവസത്തെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്നു. ഒരു കാരണവശാലും ശശി തരൂരിനെ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശത്തിന് അംഗീകരിക്കുന്ന പ്രശ്നമേ ഇല്ല എന്നുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഹൈക്കമാൻഡിൻ്റെ ഭാഗത്തുനിന്ന് വന്നത് തന്നെ ഇതാണ്. ഇതിൻ്റെ അകത്തോട്ടുള്ള വശങ്ങൾ നമുക്ക് പിന്നെ സംസാരിക്കാം. അതായത് ഈ തെരഞ്ഞെടുപ്പ് ചുമതല, കോൺഗ്രസിൻ്റെ തെരഞ്ഞെടുപ്പ് ചുമതല തനിക്ക് വേണമെന്നും തന്നെ മുഖ്യമന്ത്രിയാക്കണമെന്നും അല്ലെങ്കിൽ അങ്ങനെ തന്നു കഴിഞ്ഞാൽ പാർട്ടി അധികാരത്തിലെത്തിക്കാമെന്നും ശശി തരൂർ കേന്ദ്ര നേതൃത്വത്തോട് പറയുന്നു. അതിനെ കേന്ദ്ര നേതൃത്വം തള്ളി, ഹൈക്കമാൻഡ് തള്ളി എന്നാണ് താങ്കൾ പറയുന്നത് അല്ലേ? തീർച്ചയായും. അപ്പോൾ ഈ മറ്റുള്ളവർ, അതായത് ശശി തരൂർ ഇങ്ങനെ ഒരു സ്ഥാനത്തേക്ക് വരുമ്പോൾ അദ്ദേഹം വിശ്വപൗരനാണ്, 4 തവണ അദ്ദേഹം തിരുവനന്തപുരം മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചയാളാണ്, മാത്രമല്ല കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റി അംഗം കൂടിയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തി ഇങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ സംഘടനാ സംവിധാനം ഉപയോഗിച്ച് അതിനെ തള്ളിക്കളയാൻ കഴിയുമോ? അല്ലെങ്കിൽ ശശി തരൂരിനെതിരെ നീങ്ങുന്നത് ആരൊക്കെയാണ്? അതിനുമുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമുണ്ട്. കഴിഞ്ഞ 3 പ്രാവശ്യവും അദ്ദേഹം പാർലമെൻറ്റിൽ നിന്ന് ജയിച്ചിട്ട് പോയ ആളാണ്. അദ്ദേഹം ഒരു കേന്ദ്രമന്ത്രിയായി കുറച്ചു കാലം ഇരിക്കാൻ കഴിഞ്ഞു. അത് അദ്ദേഹത്തിൻ്റെ കയ്യിരിപ്പ് കൊണ്ടാണ് അദ്ദേഹം കേന്ദ്രമന്ത്രി പദത്തിൽ നിന്നും കഴിഞ്ഞ 3-4 മാസത്തിനകത്ത് രാജിവെക്കേണ്ടി വന്നിട്ടുള്ളത്. ഒരു കാലത്തും അദ്ദേഹം തിരുവനന്തപുരം പാർലമെൻറ്റിൽ സ്ഥിരമായി ഉറപ്പിച്ച് ജനങ്ങളെ കണ്ട് പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി മുന്നോട്ട് പോയിട്ടില്ല. അദ്ദേഹത്തിൻ്റെതായ ഒരു വിഷനിൽ അദ്ദേഹം ലോകം മുഴുക്ക സഞ്ചരിക്കുകയും ഈ രാജ്യത്തെയും പ്രത്യേകിച്ച് കേരളത്തിലെയും അതുപോലെ തിരുവനന്തപുരത്തെയും ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ പരിഹാരം കാണാതെ മുന്നോട്ട് പോയിട്ടുള്ള രാഷ്ട്രീയ നേതാവാണ്. പക്ഷേ അദ്ദേഹം ഒരു നേരത്തെ പറഞ്ഞതുപോലെ ഒരു വിശ്വപൗരൻ എന്നുള്ള ഒരു ആലങ്കാരിക ഒരു അവതരണം അദ്ദേഹം പലപ്പോഴും അദ്ദേഹത്തിനെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJPയുടെ NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരനെയാണ് ജയിപ്പിച്ചിരുന്നെങ്കിൽ തീർച്ചയായിട്ടും തിരുവനന്തപുരം ജില്ല, പ്രത്യേകിച്ച് കേരളം, ഒരു വലിയ വികസന കുതിപ്പിലേക്ക് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കോടാനുകോടിയുടെ ഫണ്ടുകൾ ഇവിടെ വിനിയോഗിക്കാൻ കഴിയുമായിരുന്നു. നിർഭാഗ്യവശാൽ ഈ ശശി തരൂരിൻ്റെ നേതൃത്വത്തിലുള്ള MP എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് മുന്നണിക്ക് ഒരു നയാ പൈസ പോലും കേരളത്തിൽ ഒരു വികസനത്തിന് വേണ്ടി വിനിയോഗിക്കാൻ അവർ ശ്രമിച്ചിട്ടില്ല എന്നുള്ള കാര്യം. കാരണം 8 മന്ത്രിമാരുണ്ടായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷേ സതീഷ്, ഇപ്പോൾ ഈ തിരുവനന്തപുരം മണ്ഡലത്തിൽ ഒരു MP എന്ന നിലയിൽ ജനങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിക്കുന്നതിൽ ശശി തരൂർ പരാജയപ്പെട്ടു എന്ന് പറയുമ്പോൾ അദ്ദേഹം 4 തവണയാണ് ഇവിടെ നിന്ന് വിജയിച്ചു പോയത് തുടർച്ചയായി. അത് പ്രബുദ്ധരായ കേരളമാണ്, വിദ്യാഭ്യാസമുള്ള കേരളമാണ്, വിവരമുള്ള കേരളമാണ്. പക്ഷേ വിവേകം ഉള്ള കേരളമാണെന്ന് പറയുമ്പോൾ തന്നെ ഒരു കാര്യമുള്ളത്, ചില പ്രദേശങ്ങളിൽ ഈ രാജ്യം രക്ഷപ്പെടുമ്പോൾ ഈ ഇന്ത്യ മഹാരാജ്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വികസനങ്ങൾ ഇന്ത്യയുടെ എല്ലാ ഗ്രാമങ്ങളിലും നഗരങ്ങളിലും വളരെയധികം ശക്തി പ്രാപിച്ച് എല്ലാ സംസ്ഥാനവും മുന്നോട്ട് പോകുമ്പോൾ കേരളത്തിലും അതിൻ്റെ ഒരു പങ്ക് ലഭിക്കണമെങ്കിൽ ഇവിടെ BJPയുടെ MP മാരുണ്ടാവണം. അതുപോലെ തന്നെ നാളെ ഗവൺമെൻറ് BJPയും കൂടെ പങ്കെടുക്കുന്ന, BJP പിന്തുണയ്ക്കുന്ന, BJP MLA മാരുള്ള ഒരു ഗവൺമെൻറ് ഉണ്ടാവണം. നമുക്കറിയാമല്ലോ, കഴിഞ്ഞ 27 വർഷമായിട്ട് ഡൽഹിയിൽ BJPക്ക് ഭരണത്തിൽ കയറാൻ കഴിയാത്ത ഒരു കാലഘട്ടം ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇന്ന് ജനങ്ങൾ തിരഞ്ഞെടുത്തത് BJP നേതൃത്വം നൽകുന്ന ഗവൺമെൻറ്റിനെയാണ്. ഒരു വനിതാ മുഖ്യമന്ത്രി ഇവിടെ എത്തി. ഇനി ആ ഡൽഹിയിൽ വികസനത്തിൻ്റെ ഏറ്റവും വലിയ ഒരു മാറ്റം നമുക്ക് ഡൽഹിയിൽ കാണാൻ കഴിയും. അത് കാണാൻ കഴിയുന്ന വികസന പ്രവർത്തനങ്ങൾ മാത്രമല്ല, പാവപ്പെട്ടവൻ്റെയും എല്ലാ പ്രശ്നങ്ങൾ പരിഹരിക്കാനും അവൻ്റെ പട്ടിണി മാറ്റുവാനും അതുപോലെ മിഡിൽ ക്ലാസ്സിലുള്ള ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാനും. അതാണല്ലോ നമുക്ക് കണ്ടല്ലോ 12.5 ലക്ഷം രൂപയാണ് ഇൻകം ടാക്സ് കുറവ്. അതോടുകൂടി മിഡിൽ ക്ലാസ്സിനുള്ള വിഷമങ്ങൾ അവർക്ക് സാധാരണ കിട്ടുന്ന ഒരു ശമ്പളത്തിനെ പരിപാലിച്ചു പോകണതിൻ്റെ കൂടെ നികുതി കൊടുക്കേണ്ട ഇനി. അതുപോലെ പാവങ്ങൾക്ക് മുഴുവൻ ഇന്ന് കേരളത്തിലല്ല ഇന്ത്യയിൽ കൊടുക്കുന്ന സൗജന്യ റേഷൻ എല്ലാം കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയാണ്. ആരോഗ്യ മേഖലയിൽ 70 വയസ്സ് കഴിഞ്ഞവർക്ക് മുഴുവൻ കഴിച്ചിട്ടുള്ള എല്ലാവർക്കും സൗജന്യമായി പ്രൈവറ്റ് ആശുപത്രികളിൽ ചികിത്സ ലഭിക്കുന്ന പദ്ധതികൾ നടപ്പിലാക്കുന്നു.
അതുപോലെ തന്നെ പാവങ്ങൾക്ക് ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കുന്നു. പക്ഷേ ഇത് പലതും കേരളത്തിൽ സംസ്ഥാന വിഹിതം ഇടാതെ പദ്ധതികൾ പലതും നടത്താൻ കഴിയാത്തത് ഖേദകരമായിട്ടുള്ള സംഭവം പലപ്പോഴും കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. അത് പരിഹരിക്കണമെങ്കിൽ ഇവിടെ BJPയുടെ നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെൻറ് വന്നാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തരൂരിനെ സംബന്ധിച്ച് തരൂർ മുഖ്യമന്ത്രി ആവണോ ഇല്ലയെന്ന് നമുക്ക് വിഷയമല്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ ആഗ്രഹം ഹൈക്കമാൻഡിനെ ധരിപ്പിച്ചു. മുഖ്യമന്ത്രിയാവാനാണെന്ന് അവർക്ക് കാര്യങ്ങൾ മനസ്സിലായി. പക്ഷേ ഇതിനകത്ത് ഒരു പ്രധാനമായിട്ടുള്ള ഒരു നാടകം ഇവിടെ നടക്കുന്നുണ്ട്. ഇവിടെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ മുഖ്യമന്ത്രിയാവാൻ പ്രത്യേക കോട്ട് ധരിച്ച് എല്ലാം തച്ചുകൊണ്ടിരിക്കുക. പക്ഷെ അത് സ്വാഭാവികമാണല്ലോ. പ്രതിപക്ഷ നേതാവ് അങ്ങനെ പറയാം. അതുപോലെ തന്നെ മറുഭാഗത്ത് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും അതുപോലെ തന്നെ അദ്ദേഹം ആഗ്രഹിച്ച് മുന്നോട്ട് പോകുന്നു. അതുപോലെ KPC പ്രസിഡന്റ് K സുധാകരൻ ആഗ്രഹിച്ച് മുന്നോട്ട് പോകുന്നു. എനിക്കും എന്താ ആയിക്കൂടെ എന്ന് പറഞ്ഞാൽ K മുരളീധരൻ മുന്നോട്ട് പോകുന്നു. ഇതൊക്കെ പോകുമ്പോഴും കേന്ദ്ര നേതൃത്വത്തിന് ആശങ്കയില്ല. കാരണം എന്താണെന്നറിയാമോ? തരൂരിനെ പോലൊരാൾ കേരളത്തിലെ മുഖ്യമന്ത്രിയാവാനും വേണ്ടിയുള്ള അവസരം ഒരുക്കി കൊടുത്താൽ സമയമാവുമ്പോൾ കേരളത്തെ മുഖ്യമന്ത്രിയാവാൻ ഡൽഹി നേതൃത്വത്തിൽ ഒരാൾ ഒളിഞ്ഞിരിപ്പുണ്ട്. അത് മറ്റാരുമല്ല, സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാലാണ്. ഇവരെ മാറ്റി നിർത്തിക്കൊണ്ട് മുഖ്യമന്ത്രിയാവാൻ സമയത്തിന് വരാൻ വേണ്ടി കാത്തിരിക്കുക. അതുകൊണ്ടാണല്ലോ ഇവരുടെ തമ്മിലടിയിലൊന്നും അദ്ദേഹം നേരിട്ട് ഇടപെട്ടിട്ടില്ല. കാരണം കുറേ എങ്ങനെ നടക്കട്ടെ, ഇവർ തർക്കം നിലനിൽക്കട്ടെ. അവസരം വരുമ്പോൾ എനിക്ക് മുഖ്യമന്ത്രിയാവാമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അത് സാധാരണ ഏതൊരു മനുഷ്യനും ആഗ്രഹിക്കുന്നതാണ് മുഖ്യമന്ത്രിയാവുക എന്നുള്ളത്. പക്ഷേ ഇവിടെ മുഖ്യമന്ത്രി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള UDF ഗവൺമെൻറ് ഇവിടെ ഒരു കാലത്തും ഇനി കേരളത്തിൽ അധികാരം പിടിക്കുമെന്ന് സ്വപ്നത്തിൽ പോലും ധരിക്കണ്ട. കാരണം കേരളത്തിലെ ഏറ്റവും വലിയ ശക്തിയായി BJP മുന്നോട്ട് കൊടുക്കൊണ്ടിരിക്കുന്നു. പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് മാത്രം ഒരു സീറ്റ് തൃശ്ശൂർ ജയിച്ചത് മാത്രമല്ല, തിരുവനന്തപുരവും ആറ്റിങ്ങലും ആലപ്പുഴയും മികച്ച പ്രകടനം നടത്താൻ കഴിഞ്ഞു. കാരണം ആറ്റിങ്ങൽ കേരളത്തിൻ്റെ BJPയുടെ ഏറ്റവും സീനിയർ നേതാവ് V മുരളീധരൻ മിന്നുന്ന പ്രകടനം നടത്തി. അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് ബഹുമാനിയായ രാജീവ് ചന്ദ്രശേഖർ മിന്നുന്ന പ്രകടനം നടത്തി. ആലപ്പുഴയിൽ ശ്രീമതി ശോഭാ സുരേന്ദ്രൻ, പ്രിയപ്പെട്ട ശോഭാ സുരേന്ദ്രൻ വളരെ മിന്നുന്ന പ്രകടനം നടത്തി. അതുപോലെ എല്ലാ സ്ഥലത്തും ഏറ്റവും കൂടുതൽ വോട്ടുകളും സംഭരിക്കാൻ കഴിഞ്ഞത് BJP സ്ഥാനാർത്ഥികൾക്കാണ്. ബാക്കി പലതും പെർസെൻറ്റേജ് കുറഞ്ഞിട്ടേ ഉള്ളൂ. ഏറ്റവും കൂടുതൽ പെർസെൻറ്റ് കുറയാതെ മുന്നോട്ട് പോയത് BJP സ്ഥാനാർത്ഥികളാണ്. ആ ഘട്ടം എടുത്തു വരുമ്പോൾ 50 സ്ഥലത്തെങ്കിലും BJPക്ക് അസംബ്ലി മണ്ഡലത്തിൽ വലിയൊരു മാറ്റം വരുത്തുവാനും ആ സീറ്റുകൾ പിടിച്ചെടുക്കുവാനും അസംബ്ലി സീറ്റുകൾ പിടിച്ചെടുക്കാനുള്ള സാഹചര്യത്തിൽ പോകുന്നു. ഇപ്പം തന്നെ നമ്മുടെ BJPയുടെ എന്നും വിമർശകരായിട്ടുള്ള ഇന്ത്യ ടുഡേ, ആ ഇന്ത്യ ടുഡേ സർവേയിൽ അവർ പറഞ്ഞിട്ടുള്ളത് 7% വോട്ട് BJPക്ക് ഇനിയും കൂടാൻ സാധ്യതയുണ്ടെന്നാണ്. അതെ, ഇവിടെ ഡൽഹി തെരഞ്ഞെടുപ്പിൽ 2.5% BJPക്ക് ഇത്തവണ വോട്ട് കൂടിയത്. പക്ഷേ 40 പുറത്ത് 48 സീറ്റ് പിടിച്ചു. AAP കിട്ടിയത് 22 അങ്ങോട്ട് സീറ്റാണ്. അപ്പോൾ നമ്മൾ 2% എന്ന് പറയുന്നത് 7% വ്യത്യാസം നമുക്ക് മനസ്സിലാക്കണം. അങ്ങനെ വരുമ്പോൾ 50ഓളം സീറ്റുകൾ, അസംബ്ലി സീറ്റുകൾ BJP നേതൃത്വത്തിന് പിടിക്കാൻ കഴിഞ്ഞാൽ പിന്നെ UDFൻ്റെ മോഹം അസ്തമയത്താവൂലേ? അതെ, അടിസ്ഥാനരഹിതമായ വാർത്തകളാണ്, അടിസ്ഥാനരഹിത ആഗ്രഹങ്ങളാണ്, ഒരു മോഹഭംഗത്തിൻ്റെ ഒരു ചിത്രങ്ങളാണ് ഇനി വരുന്ന കാലങ്ങളിൽ UDFന് വരാൻ പോകുന്നു. ഈ നേതൃത്വത്തിലേക്ക് അല്ലെങ്കിൽ മുഖ്യമന്ത്രി പദത്തിലേക്കുള്ള ഒരു തർക്കം, അതായത് VD സതീശൻ താൻ പ്രതിപക്ഷ നേതാവാണ് എന്ന ഒരു നിലയിൽ മുഖ്യമന്ത്രി പദത്തിന് വേണ്ടി ശ്രമിക്കുന്നു. KPCC പ്രസിഡന്റ് എന്ന നിലയിലാണ് സുധാകരൻ്റെ ശ്രമം. പക്ഷേ ഈ പ്രതിപക്ഷ നേതാവിന് കേരളത്തിലെ
ഈ സമുദായ സംഘടനകളിലേക്കുള്ള അല്ലെങ്കിൽ ഈ സമുദായ സംഘടനകളുമായിട്ടുള്ള ബന്ധം അത് മോശമാണ്. ഇത് മുതലെടുത്തുകൊണ്ട് സമുദായ സംഘടനകളുമായി ചങ്ങാത്തത്തിലായി ഒരു സ്വീകാര്യനായ നേതാവായി വരാൻ വേണ്ടി രമേശ് ചെന്നിത്തല ശ്രമിക്കുന്നുണ്ട്. അതിനുമപ്പുറം ശശി തരൂരിനെ പോലെയുള്ള മറ്റു ചില ശ്രമങ്ങളും നടത്തുന്നുണ്ട്. ഈ തമ്മിലടിക്കിലും ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം UDFനെ സംബന്ധിച്ചിടത്തോളം എന്നത് പഴയ കാലത്തെ പോലെ LDFനെ മറിച്ചിടാൻ അത്ര എളുപ്പമല്ല. കാരണം ഇപ്പുറത്ത് BJP ഉണ്ട്. BJP ഒരു 30,000-ത്തിലധികം വോട്ടുകൾ നേടുന്ന മണ്ഡലങ്ങളുടെ എണ്ണം കൂടി വരികയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ശക്തമായ മത്സരം കാഴ്ചവെക്കേണ്ടിയിരിക്കുന്നു. ഈ തമ്മിലടി അതിനൊരു വലിയ പ്രശ്നമാകും. ഇത് മുസ്ലിം ലീഗ് തിരിച്ചറിയുന്നുമുണ്ട്. അപ്പോൾ ഇനിയൊരു UDFനകത്തെ സാഹചര്യം എങ്ങനെയായിരിക്കും ഉരുത്തിരിഞ്ഞു വരാൻ പോവുക? UDFനകത്ത് ഇപ്പോൾ തന്നെ UDFൻ്റെ ഏറ്റവും പ്രധാന കക്ഷിയായിട്ടുള്ള മുസ്ലിം ലീഗ്, അതിൻ്റെ സംസ്ഥാന സെക്രട്ടറി PMA സലാം, അദ്ദേഹം പറഞ്ഞത് മുസ്ലിം ലീഗിൻ്റെ നേതാവിനും മുഖ്യമന്ത്രിയാവാൻ യോഗ്യതയുണ്ടെന്നാണ്. അതിൻ്റെ അർത്ഥം ഞങ്ങൾ തിരഞ്ഞെടുപ്പ് ജയിച്ചാൽ നിങ്ങൾ തമ്മിലടിച്ചാൽ എന്നല്ല, നമ്മളെ UDF ജയിച്ചാൽ മുഖ്യമന്ത്രി പദം ഞങ്ങൾ ആവശ്യപ്പെടും എന്നുള്ള ഒരു മുന്നറിയിപ്പാണ് PMA സലാം നടത്തിയിട്ടുള്ളത്. അത് വളരെ കേരളത്തിലെ ജനങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. UDFലെ നേതാക്കൾ ശ്രദ്ധിക്കേണ്ടതാണ്. കോൺഗ്രസിൻ്റെ നേതാക്കൾ ശ്രദ്ധിക്കേണ്ടതാണ്. അവരെ ആഗ്രഹം അഡ്വാൻസായി അവർ പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പേര് കൂടാതെ മുസ്ലിം ലീഗിൻ്റെ പ്രമുഖനായ ഒരു നേതാവും മുഖ്യമന്ത്രിയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു എന്ന് ആണ് ഇതിൻ്റെ ഉള്ളടക്കം. എന്നാൽ ഇതിനകത്ത് കഴിഞ്ഞ ശശി തരൂരിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ, അദ്ദേഹം സാധാരണ ജനങ്ങളോട് കാണിക്കുന്ന പ്രവർത്തനങ്ങൾ, പ്രവർത്തകരോട് കാണിക്കുന്ന പ്രവർത്തനങ്ങൾ എല്ലാം ഇതിനകത്ത് ഒരു രാഷ്ട്രീയക്കാരനെ യോജിച്ച രീതിയിലല്ല. ഒരു മുഖ്യമന്ത്രിക്ക് പറയാനുള്ള അദ്ദേഹത്തിന് ഒരു സാധാരണ പ്രവർത്തകൻ്റെ വിഷയങ്ങളും ബന്ധപ്പെട്ട് സംസാരിക്കാനോ ബന്ധപ്പെടാനോ സഹായിക്കാനോ കഴിയാത്ത ഒരാൾ, MP ആയിരിക്കുമ്പം കഴിയാത്ത ഒരാൾ അദ്ദേഹം മുഖ്യമന്ത്രിയായാൽ കേരളത്തിൻ്റെ സ്ഥിതി എന്താവും? വരില്ല. അത് മറ്റൊരു കാര്യം. ഈ ഇടയ്ക്ക് തന്നെ ഒരു ചാനലിൽ ഫക്രുദ്ദീൻ ആലി, ബഹുമാനീയനായ അദ്ദേഹം വളരെ ഈ രാഷ്ട്രീയ വിഷയങ്ങളെക്കുറിച്ച് വളരെയധികം ആധികാരികമായി സംസാരിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹം ഇതിനെക്കുറിച്ച് തരൂരിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിനെ കുറിച്ച് പറഞ്ഞത് ഇതാണ്: ഒരു അലസനായ ഒരു വ്യക്തിയാണ് ശശി തരൂർ. അദ്ദേഹത്തിന് ചില ഘട്ടങ്ങളിൽ വരുന്ന വാചകങ്ങളും അത് അല്ലാതെ അദ്ദേഹത്തിൻ്റെ ഓഫീസിലോ വീട്ടിലോ പോയി സാധാരണക്കാരന് ഒരു കാരണവശാലും ഒരു കാര്യം പറഞ്ഞ് നേടിയെടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു. അതിനെക്കുറിച്ച് പ്രധാനമായി പറഞ്ഞത് ഫക്രുദ്ദീൻ ആലി, ബഹുമാനീയൻ പറഞ്ഞത് അവിടുത്തെ സ്റ്റാഫുകളെ കുറിച്ചുള്ള പെരുമാറ്റങ്ങളെക്കുറിച്ചാണ്. വളരെ അതിൽ പല സ്റ്റാഫുകളും ഇന്ന് കോടീശ്വരന്മാരാണ്. അദ്ദേഹത്തെ, അതായത് ശശി തരൂരിനെ നിയന്ത്രിക്കുന്നത് സ്റ്റാഫുകൾ എന്ന് പറയുന്നത് വളരെ മോശമാണ്. കാരണം ഒരിക്കലും ഒരു രാഷ്ട്രീയക്കാരൻ ഉദ്യോഗസ്ഥന്മാരെ രാഷ്ട്രീയക്കാരനെ നിയന്ത്രിക്കരുത്. അതല്ലേ ഒരു രാഷ്ട്രീയക്കാരന് ഏറ്റവും വലിയ വില എന്ന് പറയുന്നത്. പക്ഷേ ജനങ്ങളെ നമ്മൾ നിയന്ത്രിക്കരുത്. ജനങ്ങൾ നമ്മളെ നിയന്ത്രിക്കണം. ശരിയായ വഴി കാണിക്കുന്നത് ജനങ്ങളാണ്. പക്ഷെ ഉദ്യോഗസ്ഥന്മാരെ നിയന്ത്രിക്കുന്ന കാലഘട്ടത്തിലേക്ക് പോയാൽ അവിടെ രാഷ്ട്രീയക്കാരൻ്റെ പതനം തുടങ്ങിയാണ്. അവിടെയാണ് ശശി തരൂരിൻ്റെ ഒരു പ്രവർത്തന ശൈലി എന്ന് പറയുന്നത് നിയന്ത്രിക്കുന്നത് ഇന്ന് സ്റ്റാഫുകളാണ്. അതിലൊരു സ്റ്റാഫ് ഇന്ന് ദുബായിൽ അവിടെ പാചകത്തിന് വന്ന ഒരു വ്യക്തിയാണ്. പറയാൻ പാടില്ല ഈ അവസരത്തിലെങ്കിൽ പോലും പറയണം, അദ്ദേഹം ഇന്ന് ദുബായിൽ ഒരു ബിസിനസ്മാനായി മാറി. അതിന്റെ മറ്റു വിഷയങ്ങളെ കുറിച്ച് പിന്നെ അന്വേഷിക്കാം. ഈ കോടീശ്വരന്മാർ എന്തിനാണ് MP-യുടെ സ്റ്റാഫായി വരുന്നത്? കോടീശ്വരന്മാർ മന്ത്രിമാരെ സ്റ്റാഫായല്ല, പാവപ്പെട്ടവരായി വന്ന് കോടീശ്വരന്മാരായതാണ്. കഴിഞ്ഞ 15 വർഷക്കാലം അദ്ദേഹത്തിൻ്റെ MP എന്ന പദം ഉപയോഗിച്ച് എന്തൊക്കെ നേടാൻ കഴിഞ്ഞു അവരൊക്കെ നേടിയിട്ടുണ്ട്. ഒരാൾ 50-55 സെൻറ്റിൽ ഒരു വീട് വെച്ച് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു സർക്കാർ ജീവനക്കാരൻ, ഒരു രാഷ്ട്രീയക്കാരൻ 50 സെൻറ്റിൽ നിന്ന് വീട് വയ്ക്കാൻ കഴിയില്ല ഇന്നത്തെ കാലത്ത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ പരിശോധിക്കപ്പെടുക. കാരണം ഇത് ഒരു ഗവൺമെൻറ്റിൻ്റെ ഒരു തലത്തിൽ വരുമ്പോൾ ഒരു ജനങ്ങളെ സംരക്ഷിക്കുവാനും പൊതുസമൂഹത്തെ, കേരളത്തിലെ മുഴുവൻ ഉദ്യോഗസ്ഥന്മാരെയും നിയന്ത്രിക്കേണ്ട ഒരു വ്യക്തി സ്വന്തം ഓഫീസിലെയും വീട്ടിലെ 10 പേരെ അല്ലെങ്കിൽ 5 പേരെ 10 പേരെ നിയന്ത്രിക്കാൻ കഴിയാതെ വരുന്ന ഒരു വ്യക്തിക്ക് എങ്ങനെ കേരളത്തിലെ ജനങ്ങളെ നിയന്ത്രിക്കാൻ, അവരെ സംരക്ഷിക്കാനും കേരളത്തിലെ ഉദ്യോഗസ്ഥന്മാരെ നിയന്ത്രിക്കാൻ കഴിയും? അത് പരിശോധിക്കപ്പെടേണ്ടതല്ലേ? ഇവിടെ ഇതല്ല വിഷയം. ഇവിടെ ഒരു കാരണവശാലും UDF ഗവൺമെൻറ് അധികാരത്തിൽ കേരളത്തിൽ വരില്ല. സാഹചര്യം അവർക്ക് അനുകൂലം. പക്ഷേ അപ്പം ചോദിക്കും, പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് കേരളത്തിൽ BJPയെ അട്ടിമറിച്ചുകൊണ്ട് അവർ 18 സീറ്റ് പിടിച്ചില്ലേ എന്നൊക്കെ പറയും. പക്ഷെ അതൊക്കെ കേന്ദ്രത്തിൽ
3 പ്രാവശ്യം വരും എന്ന് ആരും ധരിച്ചില്ല. ചില ആളുകൾ അത് ദുർപ്രചരണം നടത്തി. ഇന്നറിയാലോ, അമേരിക്കയിലെ പ്രമുഖനായ അതിൻ്റെ പ്രസിഡന്റ് അദ്ദേഹം തന്നെ പറഞ്ഞു, മുൻകാലങ്ങളിൽ ഇവിടെ അട്ടിമറിക്കപ്പെടാനെന്ന് പറഞ്ഞില്ല എന്നുള്ളതേ ഉള്ളൂ, കോടാനുകോടി രൂപയാണ് ഇവിടെ തിരഞ്ഞെടുപ്പ് സമയത്ത് അമേരിക്കൻ ഫണ്ട് വിനിയോഗിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഞെട്ടിക്കുന്നതാണ്. അത് മുഴുവൻ പോയത് ഏത് ഭാഗത്താണെന്ന് കേന്ദ്ര നേതൃത്വത്തിൻ്റെ ഏജൻസികൾ അന്വേഷിക്കണമെന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. കാരണം ഇത് മുഴുവൻ പോയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള പലരെയും കയ്യിലാണ്. ജോർജ് സോറസ് മുഖാന്തരമാണ് ഈ ഫണ്ടുകൾ ഇന്ത്യയിൽ വന്നിട്ടുള്ളത്. അത് പല രാഷ്ട്രീയ നേതാക്കന്മാർക്കും അത് നിയന്ത്രിക്കുന്നവർക്ക് മാത്രമല്ല, ഇത് ചില മാധ്യമ രംഗത്തുള്ള ഇതിനകത്ത് ഈ BJP നേതൃത്വത്തെയും നരേന്ദ്രമോദിയെയും അതുപോലെ ബഹുമാന്യനായ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉൾപ്പെടെയുള്ള ടീമിനെ അട്ടിമറിക്കാൻ വേണ്ടി വിനിയോഗിച്ചു എന്നുള്ള സത്യം പുറത്തു കൊണ്ടുവന്നിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് ഗൗരവമായി തന്നെ BJP ഈ വിഷയത്തിൽ മുന്നോട്ട് പോകും. അതിൻ്റെ ഫലമായിട്ട് ഇതിനകത്ത് ഇന്ന് ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന മുന്നണി ഇനി വളരെ തുച്ഛമായ ചില സംസ്ഥാനങ്ങൾ മാത്രമേ ഉള്ളൂ. കേരളം, കർണാടക, അത് കഴിഞ്ഞ് തമിഴ്നാട്, അങ്ങനെ ഒറ്റപ്പെട്ട കുറച്ച് സ്ഥലങ്ങളിലേ ഉൾപ്പെടെയുള്ളൂ. ബാക്കി മുഴുവൻ BJP നേതൃത്വത്തിൽ വളരെ ശക്തമായി നല്ല ഭരണം കാഴ്ചപ്പെട്ടുകൊണ്ട് സാധാരണ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. മാറ്റങ്ങൾ ഇന്ത്യ കണ്ടു തുടങ്ങിയതാണ് ലോക ജനത. ഇന്ന് നരേന്ദ്രമോദി എന്ന് പറയുന്ന നമ്മളെ പ്രിയങ്കരനായ പ്രധാനമന്ത്രിയെ ആ ട്രംപ് എന്ന് പറയുന്ന അമേരിക്കയിലെ ശക്തനായ പ്രസിഡന്റ് ട്രംപ് അദ്ദേഹത്തിൻ്റെ കസേരയെടുത്ത് ഉടമ്പടി ഒപ്പിടുന്ന ഒരു സീന് കണ്ടാൽ നമുക്ക് മനസ്സിലാവും. ട്രംപ് പിറകിലും അദ്ദേഹത്തിനെ കസേരയിട്ട് ഇരുത്തി പ്രധാനമന്ത്രി ഒപ്പിടുന്ന സീന. എന്നിട്ട് അദ്ദേഹത്തിന് എണീക്കാൻ നേരത്ത് കസേര നീക്കി വയ്ക്കുന്നു. ചില ആളുകൾ ആ നീക്കി വെച്ച കസേരയെ അദ്ദേഹത്തിനെ ആക്ഷേപിക്കാൻ ശ്രമിച്ചു. ചില സോഷ്യൽ മീഡിയ ടീമുകൾ അതിനെക്കുറിച്ചൊക്കെ കേന്ദ്ര നേതൃത്വം അന്വേഷിക്കുന്നുണ്ട്. ഇതിനെ പ്രധാനമന്ത്രിയെ ആക്ഷേപിക്കാനും BJP നേതാക്കളെ ആക്ഷേപിക്കാനും കേരളത്തിലെ പ്രമുഖരായ നേതാക്കളെ ഉണ്ട്. കേരളത്തിൽ തന്നെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള V. മുരളീധരൻ്റെ നേതൃത്വത്തിൽ ശക്തമായി തന്നെ മുന്നോട്ട് പോകുന്നു. നമ്മളെ പ്രിയങ്കരനായ സംസ്ഥാന പ്രസിഡന്റ് അദ്ദേഹത്തിന് അറിയാൽ, അദ്ദേഹം വന്നതിന് ശേഷമാണ് കെട്ടുറപ്പുള്ള ഒരു BJP നേതൃത്വം ഇവിടെ ഉണ്ടായത്. അതുകൊണ്ട് തന്നെയാണ് 3 പാർലമെൻറ്റിൽ മിന്നുന്ന പ്രകടനം നടത്താൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ ഇനി നമ്മൾ ആഗ്രഹിക്കുന്നത് അദ്ദേഹത്തെ നേതൃത്വത്തിൽ മുന്നോട്ട് പോകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അല്ല, ഇപ്പോൾ അവസാനമായി ഈ പിണറായി വിജയൻ സർക്കാരിനെതിരെ ഒരു വലിയ ഭരണവിരുദ്ധ വികാരമുണ്ട് എന്നാണ് പൊതുവെ ചർച്ച ചെയ്യപ്പെടുന്നത്. അങ്ങനെ ഒരു ഭരണവിരുദ്ധ വികാരമുണ്ട് എങ്കിൽ അത് മുതലെടുക്കേണ്ടത് UDF ആണ്, ഒരു പ്രത്യക്ഷമായ പ്രതിപക്ഷം എന്ന നിലയിൽ. പക്ഷേ ആ പ്രതിപക്ഷത്തിന് ഈ പറയുന്നത് പോലെ BJPയുടെ സാന്നിധ്യം കൊണ്ട് സീറ്റുകൾ ജയിച്ചു കയറുക എന്നത് വലിയ ബുദ്ധിമുട്ടായിരിക്കുകയുമാണ്. UDFനെ അധികാരത്തിൽ വരാൻ അനുവദിക്കില്ല എന്ന് BJP പറയുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ UDF ആരോപിക്കുന്ന ഈ CPM BJP സഖ്യം യഥാർത്ഥമാണ് എന്ന് വരില്ലേ? BJPയും ആയിട്ട് ഇടതുപക്ഷം ഒരു കാരണവശാലും ഒരു സഖ്യവും ഇന്ന് വരെ വച്ചിട്ടില്ല. കാരണം ഏറ്റവും കൂടുതൽ RSS BJP പ്രവർത്തകർ മരണപ്പെട്ടിട്ടുള്ളത് CPMഉം BJPയും തമ്മിലുള്ള, അല്ലെങ്കിൽ RSSും തമ്മിലുള്ള സംഘടനകളിലാണ്. അപ്പോൾ ഇത് ഒരു കോൺഗ്രസ്സുകാരനും വളരെ കുറച്ച് ചില കാര്യങ്ങൾ അല്ലാതെ ഇതിനകത്ത് ഇത്രയും ബലിദാനികളുള്ള ഒരു പ്രസ്ഥാനം വേറെ ഇല്ല. BJP പ്രതിരോധിച്ചത് മുഴുവൻ BJPയും RSSുമാണ്. അതുകൊണ്ട് അത്തരം ആരോപണങ്ങൾ ഇതിനകത്ത് പാവപ്പെട്ട പിന്നോക്ക വിഭാഗങ്ങളും അതുപോലെ മുസ്ലിം വിഭാഗത്തിലുള്ളവരെയും പറ്റിക്കാൻ വേണ്ടി VD സതീശൻ നടത്തുന്ന നാടകങ്ങളാണ്. ഇതിനകത്ത് ഇനിയും തുറന്നു പറയേണ്ട കാര്യങ്ങളുണ്ട്. ഇതിനകത്ത് പല കോൺഗ്രസ് നേതാക്കളും ഒളിഞ്ഞും തിരിഞ്ഞും ഇവർ ആക്ഷേപിക്കുന്ന സംഘടനകളെയും നേതാക്കളെയും കണ്ട് തെരഞ്ഞെടുപ്പിൽ പിന്തുണ പ്രഖ്യാപിക്കാൻ അപേക്ഷിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു കാരണവശാലും BJP നേതൃത്വം, സംസ്ഥാന നേതൃത്വമോ ദേശീയ നേതൃത്വമോ സ്വന്തം MLAമാരെ MP മാരെ സൃഷ്ടിക്കാനല്ലാതെ ഒരു കോംപ്രമൈസുമായിട്ടും ഒരു ഒത്തുതീർപ്പുമായിട്ടും LDFുമായിട്ടോ UDFുമായിട്ടോ മറ്റു ആളുകളുമായിട്ടോ ഇല്ല. നമ്മളിലുള്ള സംഘടനയിലുള്ള കോൺഗ്രസിൻ്റെ ഒരാളുകളുമായിട്ടും ഇല്ലാതെ മാത്രമല്ല, നമ്മൾ ഇതിനകത്ത് ശക്തിയുക്തം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPയുടെ സാന്നിധ്യം
വളരെ വലുതായിരിക്കും. 50 സീറ്റെങ്കിലും പിടിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടിയാണ് BJP നേതൃത്വം മുന്നോട്ട് പോകുന്നത്. അതിന് നേതൃത്വം കൊടുക്കുന്ന K. സുരേന്ദ്രനെ പോലുള്ള, അതുപോലെ V. മുരളീധരനെ പോലുള്ള പ്രഗത്ഭരായ നേതാക്കളുണ്ട്. അതുപോലെ തന്നെ കുമ്മനം രാജശേഖരനെ പോലെ നേതാക്കളുണ്ട്. അതുപോലെ തന്നെ കൃഷ്ണദാസിനെ പോലെ നേതാക്കളുണ്ട്. ശോഭാ സുരേന്ദ്രൻ പോലെ നേതാക്കളുണ്ട്. അവരൊക്കെ ഒറ്റക്കെട്ടായി ഇവിടെ ഒരു അനയിക്കും BJPക്കകത്തില്ല. കോൺഗ്രസിനകത്ത് കാണുന്ന അറിയാലോ, അണികളെ ആശ്വസിപ്പിക്കുകയും വാളെടുത്ത് ഫൈറ്റ് ചെയ്യുന്നതാണ് കോൺഗ്രസ് നേതാക്കൾ തമ്മിൽ. ഇതുവരെ അവർ ഒത്തീർപ്പുണ്ടായിട്ടില്ല. കേന്ദ്ര നേതൃത്വത്തിൻ്റെ ഇടപെടൽ എന്ന് പറയുന്നത് ദുർബലമാണ്. കാരണം അവർക്ക് വേണ്ടത് ഇവിടെ അവസാന നിമിഷത്തിൽ മറ്റൊരു മുഖ്യമന്ത്രി വരാനുള്ള ആലോചന നിൽക്കുമ്പം ഇവരെ ആശ്വസിപ്പിക്കാനും തടസ്സം അവരെ ഒത്തീർപ്പാക്കിയാൽ അത് നടക്കത്തില്ല. തരൂരിനെ എന്തുകൊണ്ടാണ് എതിർക്കുന്നത് വെച്ചാൽ, ഖാർഗെ മത്സരിക്കുമ്പോൾ, അഖിലേന്ത്യാ പ്രസിഡന്റായിട്ട് മത്സരിക്കുമ്പോൾ കോൺഗ്രസിന്റെ പല ദേശീയ നേതാക്കന്മാരും കാല് പിടിച്ചു തരൂരിനോട് സ്ഥാനാർത്ഥി ആവരുത് എന്ന്. അദ്ദേഹം കൂട്ടാക്കിയില്ല, അദ്ദേഹം മത്സരിച്ചു. അദ്ദേഹം മത്സരിക്കുക മാത്രമല്ല, കോൺഗ്രസ് നേതൃത്വത്തെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം കുറേ വോട്ടുകൾ പിടിച്ചു എന്നുള്ള സത്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ദേശീയ നേതൃത്വം രാഹുൽ ഗാന്ധിയുമായിട്ട് സംസാരിച്ച തരൂറിൻ്റെ സംഭാഷണങ്ങളിൽ കേരളത്തിലെ കണ്ണുവെച്ചുകൊണ്ടാണെന്ന് ബോധ്യപ്പെട്ടത് കൊണ്ടാണ് ഇനി ദേശീയ നേതൃത്വത്തിന് അന്നുണ്ടായ ഒരു മണ്ടത്തരം ഇനി കേരളത്തിലുണ്ടായാൽ ഡൽഹിയിൽ നിന്ന് പറഞ്ഞയക്കുന്ന ഒരാളിനെ മുഖ്യമന്ത്രിയാക്കാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ടാണ് അവർ എതിർക്കുന്നത്. പക്ഷേ രാഹുൽ ഗാന്ധി ആയിരുന്നാലും, അതുപോലെ തന്നെ ശശി തരൂർ ആയിരുന്നാലും, VD സതീശനായിരുന്നാലും, മറ്റു നേതാക്കളായിരുന്നാലും കേരളത്തിൽ ഭരണം പിടിക്കാമെന്ന് ഒരിക്കലും ആഗ്രഹിക്കേണ്ടത് നടക്കത്തില്ല. കാരണം ഇന്ന് 7% വോട്ടുകൾ വീണ്ടും കൂടിയിരിക്കുകയാണ് BJPക്ക്. അതുകൊണ്ട് തന്നെ നമുക്കും ഇനി വരുന്ന തെരഞ്ഞെടുപ്പിൽ ഇവിടെ കേരളത്തിലെ LDFും UDFും തമ്മിലല്ല മത്സരം, BJPയും LDFും തമ്മിലാണ് കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരം നടക്കാൻ പോകുന്നതെന്ന യാഥാർത്ഥ്യം UDF തിരിച്ചറിയണമെന്നാണ് എൻ്റെ ഈ അഭ്യർത്ഥന. അപ്പോൾ ഈ മുഖ്യമന്ത്രിയാകാൻ എത്ര പേർ കോൺഗ്രസിൽ തമ്മിലടിച്ചിട്ടും കാര്യമില്ല. അല്ലെങ്കിൽ ഈ തമ്മിലടിയിലൂടെ സമവായ സ്ഥാനാർത്ഥിയായി KC വേണുഗോപാലോ അല്ലെങ്കിൽ മുസ്ലിം ലീഗ് നേതാക്കളോ ഇറങ്ങാനുള്ള ഒരു സാധ്യതയുമില്ല എന്നാണ്. അതെല്ലാം തള്ളിക്കളയുകയാണ് BJP അല്ലേ? തീർച്ചയായിട്ടും. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇവിടെ ഡൽഹി പിടിച്ചതുപോലെ കേരളത്തിൽ പിടിച്ചാലേ എല്ലാ പാവങ്ങളുടെയും പ്രശ്നങ്ങൾ, നമുക്കിവിടെ മതത്തിനെയല്ല നമ്മൾ ആശ്രയിക്കുന്നത്. നമ്മൾ പറയുന്നത് ഡൽഹിയിലും എല്ലാ മതങ്ങളും വോട്ട് ചെയ്തിട്ടുണ്ട്. ഹിന്ദു വോട്ടുകൾ ഭൂരിപക്ഷം കിട്ടിയിട്ടുണ്ട്, ക്രിസ്ത്യൻ വോട്ടുകൾ ഭൂരിപക്ഷം കിട്ടിയിട്ടുണ്ട്, മുസ്ലിം വോട്ടുകൾ കിട്ടിയിട്ടുണ്ട്. ഇവിടെ വിഭജിക്കുന്നത് മറ്റു ചില സംഘടന, കോൺഗ്രസ് തന്നെയാണ് വർഗീയത ഇവിടെ ഉണ്ടാക്കുന്നത്. അവർ തന്നെയാണ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നത്. കേരളത്തിലെ മുസ്ലിം വിഭാഗത്തിലെ ന്യൂനപക്ഷങ്ങൾ ഒഴിച്ചുള്ള വികസനം ആഗ്രഹിക്കുന്ന എല്ലാ മുസ്ലിങ്ങൾ ഉൾപ്പെടെയുള്ള, ക്രിസ്ത്യാനികൾ ഉൾപ്പെടെയുള്ള, ഹിന്ദുക്കൾ ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകളും ഒറ്റക്കെട്ടായി ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വികസനം വരണം, ഈ വളർന്നു വരുന്ന ചെറുപ്പക്കാർക്ക് അവർക്ക് തൊഴിലവസരങ്ങൾ ലഭിക്കണം, അവർക്ക് അന്തസ്സായി ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ BJPക്ക് വോട്ട് ചെയ്യും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. എന്തായാലും അതാണ് BJPയുടെ നിലപാട്. കോൺഗ്രസിനകത്തെ പോരാളികൾ ഇങ്ങനെ പോരടിക്കുകയാണ്. പക്ഷേ സംസ്ഥാനത്തെ രാഷ്ട്രീയ സാഹചര്യം മറിയുകയാണ് എന്ന സൂചനയാണ് BJP നൽകുന്നത്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് കേരളത്തിൻ്റെ ചരിത്രത്തിൽ കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള വീറും വാശിയും ഏറിയതായിരിക്കും എന്ന സൂചനയാണ് ഈ നിലപാടുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. നമസ്കാരം. എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ, ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം, ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്, തീർത്ഥയാത്ര.com, അയൺ ബിൽഡ് ഗുജറാത്ത്. പവേർഡ് ബൈ ജ്യോതിസ്, റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Aattugal Ambalathara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyothis Building Promoters Private Limited, Thiruvananthapuram.